ചികിത്സാ പിഴവിനെ തുടർന്ന് 8 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതായി പരാതി. പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത്. കളിക്കുന്നതിനിടെ വീണപ്പോഴാണ് കുട്ടിക്ക് പരിക്കേൽക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതിയാണ് സംഭവം ഉണ്ടായത്. അന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. പ്ലാസ്റ്റർ ഇട്ട ശേഷവും കുട്ടിക്ക് വേദനയുണ്ടെന്ന് അറിയിച്ചപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വരാൻ ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് പ്ലാസ്റ്റർ മാറ്റി നോക്കിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും കൈ അഴുകിയ നിലയിലായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറയുന്നുണ്ട്. പിന്നീട് തുടർ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയെ സമീപിക്കാൻ ഡോക്ടർമാർ പറയുകയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാനുള്ള ശേഷിയില്ലായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം 8 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയിട്ടില്ലെന്ന നിലപാടിലാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ. സംഭവിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണെന്നും കുട്ടിക്ക് വേദന വന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി, അതിനാലാണ് ഈയൊരു സ്ഥിതിയിലേക്ക് എത്തിയതെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സംഭവത്തിൽ പൂർണ്ണമായും കുട്ടിയുടെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത്.